ഞങ്ങൾ തിരഞ്ഞെടുപ്പാണ് മെയിനായിട്ട് ചർച്ച ചെയ്ത വിഷയം. കാരണം പല കോണുകളിൽ നിന്നും LDFന്റെ കേൾക്കാമല്ലേ LDFന്റെ ശക്തി ചോർന്നു പോയെന്നൊക്കെ ഉള്ള ആവശ്യമില്ലാത്ത ന്യൂസുകളൊക്കെ വെളിയിൽ വരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയൊക്കെ ശക്തി കേന്ദ്രമാണ് LDFന്റെ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഭയമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അനാവശ്യമായിട്ടുള്ള ന്യൂസുകൾ അത് ശരിയല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ. പിന്നെ പല അഭിപ്രായങ്ങളല്ലേ, പാർട്ടിയല്ലേ, പല ആൾക്കാരും പല ടൈപ്പിലുള്ളവരാണ്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്. സീറ്റ് കിട്ടാത്തവരുണ്ട്, സീറ്റ് കിട്ടിയവരുണ്ട്, പല വിഷയങ്ങളുള്ളവരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ച് ഉള്ള ഒരു ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. അധ്യക്ഷൻ മാറണമെന്ന് പറഞ്ഞാൽ ഒരാൾ ബഹളം വെച്ചെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അധ്യക്ഷൻ മാറണമെന്ന് പറഞ്ഞ് അധ്യക്ഷനെ ഒന്നും ആർക്കും മാറ്റാനൊക്കത്തില്ല. അതൊക്കെ വ്യക്തിപരമായിട്ട് വൈരാഗ്യമുള്ളവർ കാണും, അല്ലാത്തവർ കാണും. അതൊന്നും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം പലർക്കും ഇഷ്ടമുള്ളവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ വിലപോകത്തില്ലല്ലോ. കാരണം എന്നെ അപ്പോയിൻറ്റ് ചെയ്ത് ദേശീയ പ്രസിഡൻ്റാണ്, അല്ല വേറെ ആരുമല്ല. അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 14 ജില്ലാ പ്രസിഡന്റുമാരും കൂടി അവർ ഐക്യകണ്ഠേന തീരുമാനമെടുത്ത് 38 പേരും ഒരുപോലെ അംഗീകരിച്ചാണ് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായത്. അല്ല, ഞാനത് ഓൾറെഡി പറഞ്ഞു. ശശീന്ദ്രൻ മത്സരിക്കുമെന്നുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. കാരണം അത് പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ശരത് പവാറിൻ്റെ തീരുമാനമാണ്. അങ്ങനെ ഞാനും PC ചോക്കോ സാറും ശശീന്ദ്രൻ അവറുകളും കഴിഞ്ഞ 2 ദിവസം മുമ്പ് ബോംബെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനാണ് സംസ്ഥാന പ്രസിഡന്റ്. ഞാൻ പോയി പവാർജിയോട് ചോദിച്ചു, സാർ എന്താണ് ചെയ്യേണ്ടത്, 3 സീറ്റാണ് നമുക്കുള്ള, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിലവിലുള്ള 2 MLA-മാരും ഇപ്പോൾ മത്സരിക്കുക, മൂന്നാമത് ഒരാളെ നീ കണ്ടുപിടിക്കണമെന്ന്. നിലവിലുള്ള 2 MLA എന്ന് പറഞ്ഞ് ഒന്ന് ശശീന്ദ്രൻ ഞാനുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എലത്തൂരിൽ ശശീന്ദ്രൻ തന്നെ ആയിരിക്കും മത്സരിക്കുന്നത്, കുട്ടനാട് തോമസ് കെ തോമസും. ഇനി ഞങ്ങൾക്ക് ഒരു സീറ്റ് കൂടെ ഉണ്ട്. ആ സീറ്റ് ഏതാണെന്നുള്ള കൺഫേം ചെയ്തിട്ടില്ല. കൺഫേം ചെയ്തതിന് ശേഷം ആരായിരിക്കും എന്നുള്ളത് ഞങ്ങൾ പറയാം. ഇല്ല, എവിടെ വേണേലും എന്ത് അവകാശവാദം ഉന്നയിക്കുക, അതല്ലല്ലോ സബ്ജക്റ്റ്. കാരണം അതൊന്നും ഓൾറെഡി നിലവിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ മാണി സി കാപ്പനാണല്ലോ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് പോയി ഒരു അവകാശവാദം ഉന്നയിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ശരിക്കും അപ്രസക്തമാണ്. അങ്ങനൊന്നുമില്ല. ഈ LDFനെ കുറിച്ച് അറിയാൻ മേലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ പറയുന്നത്. കാരണം LDF ഒരിക്കലും ഘടകകക്ഷികളുടെ സീറ്റ് അപഹരിച്ചെടുക്കത്തില്ല. LDF അല്ല, CPM ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ആ കൊടുത്തിരിക്കുന്ന സീറ്റ് എപ്പോഴും കൊടുത്തത് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ പത്രസമ്മേളനം നിങ്ങളെല്ലാവരും ഹൈലൈറ്റ് ചെയ്തിരുന്നല്ലോ, ഞാനും കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുട്ടനാട് സീറ്റ് NCPയുടെ ആണ്, തോമസ് കെ തോമസ് ആയിരിക്കും അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം തന്നെ അത് ക്ലിയർ ചെയ്തു. പിന്നെയും നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമാണ് കുട്ടനാട്ടിൽ ആരാ മത്സരിക്കുന്നത്. ഇപ്പോൾ എന്ന് പറയുന്നത് ഏലത്തൂരും. കാരണം ഏലത്തൂർ ഇപ്പം ശശീന്ദ്രനല്ല, വേറെ ആളാണെങ്കിലും NCPയുടെ സീറ്റ് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ശശീന്ദ്രൻ അവിടെ മത്സരിക്കാൻ പറഞ്ഞത് പവാർജിയാണ്, ഞാനല്ല. ഞാനും അദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് അവിടെ വേണമെന്ന്. അദ്ദേഹം പറഞ്ഞു ശശീന്ദ്രനും എനിക്ക് മത്സരിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. വളരെ ക്ലിയറാണ് ആ കാര്യം. അത് പവാർ സാബ് പറഞ്ഞു നിങ്ങൾ 2 പേരുമാണെന്ന് പറഞ്ഞു. അതിന് ശേഷം മൂന്നാമത് ഒരു സീറ്റിൻ്റെ കാര്യം പുറകെ ഞങ്ങൾ ഇലക്ഷൻ കമ്മിറ്റി കൂടി ആ വിഷയം സോർട്ട് ഔട്ട് ചെയ്യും. മീൻസ് ആരാണ് മൂന്നാമത്തെ സീറ്റിലേക്ക് മത്സരിക്കുന്നത്. ഇല്ല, ഞങ്ങൾ ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ LDFിൽ ഒരുപാട് ഘടകകക്ഷികളാണ്, 11 ഘടകകക്ഷികളുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇനി കൂടുതൽ സീറ്റൊന്നും ചോദിക്കുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് നിലവിലുള്ള സീറ്റിൽ മത്സരിച്ച് LDFനെ ശക്തിപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, ഞങ്ങളത് പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ നാളെ LDF ഉണ്ട്. ഞാനും ശശീന്ദ്രനും വർക്കല രവികുമാറും അതിനകത്ത് പങ്കെടുക്കുന്നവരാണ്. ആ വിഷയം ഞങ്ങൾ അവിടെ ചോദിക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്താണ് തീരുമാനം എന്നുള്ളത് അവർ തീരുമാനിച്ചിട്ട് പറയട്ടെ. എനിക്കറിയില്ല, അങ്ങനെ കത്ത് നൽകിയാൽ അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല. കാരണം കത്ത് നൽകിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല, തിരക്കാം പക്ഷേ അങ്ങനെ ഉണ്ടോ എന്ന്. യോഗത്തിൽ കയ്യാങ്കളി എത്തിയെന്നൊന്നും പറയാനായിട്ടുള്ള ഇതില്ല. പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്.
ശക്തമായ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അവർ ആ അഭിപ്രായം പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. രണ്ട് ഒരു പാർട്ടിയിൽ പല ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അവനെ എതിർക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളുണ്ടാവും. അത് സ്വാഭാവികമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ഒരു ബഹളമോ അങ്ങനെയുള്ള കയ്യാങ്കളിയോട് ആവശ്യമില്ലായിരുന്നു അവിടെ. എന്തായിരുന്നാലും പിന്നെ നമ്മളെപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യണം സംസാരത്തിൽ എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ട ഒരു അജണ്ട.